ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടത്. അപ്പോൾ അതേ നമ്മൾ ഫിഷിൻ്റെ സ്ഥലത്ത് നിന്ന് നേരെ നമ്മൾ പോണത് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ, ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് നമുക്ക് ഈ കാഴ്ചകൾ മൊത്തം കാണാം. ഞാൻ ഈ വൃത്തത്തിൽ കാണിച്ച ഇതിൻ്റെ ഉള്ളിൽ മുതലേനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ഈ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് നമ്മൾ മൈസൂർ വന്ന എല്ലാ സമയത്തും വരാറുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിങ്ങിന് ഇവിടെ നമുക്ക് ഈ ലൈക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷേ കഴിഞ്ഞ വട്ടം നമ്മൾ ബോട്ടിങ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ തൊട്ട് സൈഡിൽ കൂടെ മുതൽ പോയി. അപ്പോൾ നമുക്ക് ഇത്ര നാൾ അറിയണ്ടായിരുന്നില്ല ഈ ലൈക്കിൻ്റെ ഉള്ളിൽ മുതലുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഈ വട്ടം വന്നപ്പോഴാണ് ശരിക്കും 2-3 മുതലുകൾ പാറയുടെ പുറത്ത് വായും തുറന്ന് കിടക്കണം കണ്ടത്. അങ്ങനത്തെ നമ്മുടെ ഒരു ഇങ്ങനെ ഏറുമാടം പോലത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുകളിൽ കയറിപ്പോയി നിന്ന് അവിടുത്തെ വ്യൂസൊക്കെ കണ്ട് നേരെ നമ്മൾ തിരിച്ചു വിട്ടാം. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. നമ്മൾ ഇന്നലെ കഴിച്ച അതേ ഹോട്ടലിലേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ എത്തി. സാധാരണ എല്ലാവരും ചെയ്യണ പോലെ മെനു ഒക്കെ നോക്കി എനിക്കിഷ്ടപ്പെട്ട ചിക്കൻ ബിരിയാണി തന്നെ ഞാൻ ഓർഡർ ചെയ്തു കേട്ടോ. അവരെല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വ്ളോഗിങ്ങിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഓരോരുത്തരിന്ന് ചിരിക്കണേയും കളിയാക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സാലഡ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് പതിവ് പോലെ നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഒന്ന് വേഗം കഴിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അങ്ങനത്തെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു മധുരമായിട്ട് അവർ കുറച്ച് സ്വീറ്റ്സ് പോലെ ഇങ്ങനെ പായസം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പ്ലാൻ നമുക്ക് വൃന്ദാവൻ ഗാർഡൻ കാണാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വഴിയിലൊരു 3/4 മണിക്കൂർ നമ്മളൊരു ബ്ലോക്കിൽ കിടന്നു. ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താണ് അവിടെ എത്ര ബ്ലോക്ക് എന്ന് അറിയണില്ലല്ലോ. പിന്നെയാണ് നമ്മൾ ഈ കാണുന്നത് ഒരു ബസ് മറിഞ്ഞ് ഇങ്ങനെ കിടക്കണം അപ്പുറത്തേക്ക്. നോക്കിയപ്പോൾ കുറേ പിള്ളേരെ ഇറക്കി നിർത്തിയിട്ടുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം ആ പിള്ളേർ കോളേജിൽ നിന്ന് വന്ന ബസ് ഒരു എർട്ടിക്ക വണ്ടിയിൽ ഇടിച്ചിട്ട് മറിഞ്ഞേക്കാണ്. ബസ് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ കാറിൻ്റെ 2 സൈഡും മൊത്തം പൊളിഞ്ഞതേ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെയായിരുന്നു. ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസിലെത്തിയത് കേട്ടോ. വൃന്ദാവനിലെത്തി നേരെ നമ്മളത് ടിക്കറ്റ് എടുത്ത് നേരെ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോകാനായിട്ട് മുന്നേയുള്ള സ്ഥലത്ത് പോയിട്ട് കുറച്ച് നേരം അവിടെ പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിന്നു. ഞാൻ കഴിഞ്ഞ ഈ മൈസൂർ വ്ളോഗിൽ മൊത്തം പറഞ്ഞ പോലെ അടിപൊളി തിരക്കായിരുന്നു കേട്ടോ മൈസൂർ. എവിടെ നോക്കിയാലും കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നുള്ള പിള്ളേരുകളാണ് കേട്ടോ. പിന്നെ നേരെ ഈ തിരക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇതാണ് അവിടുത്തെ നമ്മൾ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്ന തിരക്ക്. പിന്നെ നേരെ നമ്മൾ വാട്ടർ ഡാൻസിന് പോയിട്ടാണ്. നിങ്ങളും കുറച്ച് നേരം വാട്ടർ ഡാൻസ് കാണട്ടെ ഗൈസ്. ഒരു 7 മണിയുടെ വാട്ടർ ഡാൻസ് ഒരു 7:15 വരെയുള്ള വാട്ടർ ഡാൻസാണ് കേട്ടോ കാണാൻ തന്നത്. അത് കഴിഞ്ഞ് അവിടെ പുറത്തുനിന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാനിപ്പൂരി വാങ്ങി കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിക്കണേന്ന് തോന്നുന്നു. നമ്മൾ പോണ വഴിക്ക് അവിടെ കണ്ട ഒരു ലൈറ്റാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ റൂം മാറിയിട്ടുണ്ട്. നമ്മളുടെ റൂം രാവിലെ ആ റൂമിൽ വേറെ ബുക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ കാരണം നമ്മളെ പെട്ടെന്ന് തന്നെ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. നമുക്ക് നോർമലായിട്ട് ഡബിൾ കോട്ടും പിന്നെ ഒരു എക്സ്ട്രാ ബെഡുമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോണത് ബാത്റൂമിലേക്കാണ്. ബാത്റൂമിലത്തെ മിറർ കാണിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ. ബാത്റൂമിൻ്റെ മിററൊക്കെ കണ്ടതേ ഞാൻ എന്നെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ആവശ്യമില്ലാത്ത ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ നേരെ നമ്മൾ നടന്നിട്ടാണ് ഫുഡ് കഴിക്കുക എന്നുള്ള സ്കീമിലല്ല, അങ്ങനെയാണ് നടന്നത്. പക്ഷെ നമ്മൾ പോയത് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ. നമ്മൾ പിറ്റത്തെ ദിവസം സൺഡേ ഒരു 10-12 മണിയാകുമ്പോൾ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോരും. അപ്പോൾ നമ്മളതേ കാര്യമായിട്ട് എല്ലാവരും കൂടി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ് കേട്ടോ.
നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആദ്യം പോയത് ഈ ഒരു ഷോപ്പിലേക്കായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് നൈറ്റ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റ് പോലെയുണ്ട്, സെൻറ്റ് ഫിലോമിന ചർച്ചിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് പോലെയല്ല, കുറേ ഷോപ്സൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെയോ മേടിച്ചു. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ച് ഈ ചേട്ടൻ്റെ അവിടെ നിന്ന് 2 കരിക്കും കുളിച്ച് അന്നത്തെ ദിവസത്തെ പരിപാടി അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ ഗൈസ്.